എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. വിഷു എല്ലാം വന്നില്ലേ, നമുക്ക് കണിവെക്കാനൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ. വളരെ സോഫ്റ്റായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചെറിയ തരത്തിലുള്ള ഇപ്പം നാട്ടിൽ ഫാഷനായ ചെറിയ തരത്തിലുള്ള ഉണ്ണിയപ്പം. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിനെന്തെല്ലാം വേണ്ടത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് പൊടി, വെല്ലത്തിൻ്റെ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളടുത്ത് വെല്ലത്തിൻ്റെ പൊടി ഇല്ലെങ്കിൽ ഒന്ന് കുത്തിപ്പൊടിച്ചിട്ട് കപ്പിൽ അളന്നോളി. 1 കപ്പ് വെല്ലം, അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചെടുത്ത് നൂൽപ്പരുവൊന്നും ആക്കണ്ട, അത് നല്ലോണം ഒന്ന് കലങ്ങി വരണം, അത്രയേ ഉള്ളൂ. വെല്ലം മൊത്തം കലങ്ങുമ്പോൾ നമുക്കിത് അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല പത്തിരിപ്പൊടിയാണേ, വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം. 1 കപ്പ് അരിപ്പൊടിയിലേക്ക് ഈ വെല്ലം ചൂടോടുകൂടി അടുപ്പത്ത് നിറക്കി അങ്ങനെ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ നല്ലോണം ഒന്ന് കലക്കിയെടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിന് ശേഷം എന്തായാലും വെള്ളം ഇത് മതിയാവില്ല. അപ്പോൾ നമ്മൾ ആ പാത്രത്തിൽ വെല്ലം ഒരുക്കിയ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് കലക്കിയിട്ട് ഒന്നും കൂടി അരിച്ചിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കുക. അത് സാധാരണ പച്ചവെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. പക്ഷേ ആ തിളക്കുന്ന വെല്ലത്തിൻ്റെ പാവിയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഈ പച്ചരീൻ്റെ പൊടിയല്ലേ, അപ്പോൾ നല്ലോണം ഒന്ന് പതായി കിട്ടും. ഇനി ഇതൊരു 6 മണിക്കൂർ, 4 മുതൽ 6 മണിക്കൂറിൻ്റെ ഉള്ളിൽ അടന്ന് കുതിരട്ടെ. ഇതിപ്പോൾ 6 മണിക്കൂറായിട്ടുണ്ട്, കണ്ടോ, നല്ല അപ്പം പോലെ ആയിന്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത്, ഇതൊന്നും നെയ്യിലൊന്നും വറുത്തിട്ടല്ലേ അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 4-5 ഏലക്കായ് പഞ്ചസാര കൂട്ടി പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ ചേർക്കുന്ന, എൻ്റെ അടുത്ത് മൈസൂർ പഴം ഇല്ല, അതുകൊണ്ട് സാധാരണ റോബസ്റ്റ പഴം ഒരു 1.5 പഴം ഒന്ന് മിക്സിയിലിട്ടിട്ട് നല്ലോണം അടിച്ചങ്ങ് ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സി ജാറിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിലങ്ങ് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, നല്ല അപ്പം പോലെ ആയിട്ട് കട്ടിയായിപ്പോയി. അപ്പോൾ ഇതിനാവശ്യത്തിനുള്ള വെള്ളം എത്രയാണെന്ന് വെച്ചാൽ ഇനി നിങ്ങൾക്ക് ചേർക്കാം. പക്ഷേ ശ്രദ്ധിച്ച് ചേർക്കണേ, വെള്ളം കൂടിപ്പോയാൽ പിന്നെ അത് ചുടുക നമുക്ക് പ്രയാസമായിരിക്കും. കണ്ടില്ലേ, നല്ലോണം കലങ്ങി വന്നിട്ടുണ്ട്. ഇതാ ഈ സ്പൂൺ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലായിരിക്കണം. ഈ ഒരു പരുവത്തിൽ നമുക്ക് ചുട്ടെടുക്കാം. അടുപ്പത്ത് വെളിച്ചെണ്ണ വെച്ച് ചൂടാകുന്നുണ്ട്. അതിലേക്ക് ആദ്യം നമുക്കൊരു ഇത്തിരി ഉറ്റിച്ച് നോക്കാം. അപ്പോൾ ഇത് നല്ലോണം പൊന്തി വേഗം മേലോട്ട് പൊന്തി വരുന്നുണ്ടെങ്കിൽ എണ്ണ ചൂടായി എന്ന് മനസ്സിലാക്കാം. കണ്ടില്ലേ, എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാവ് സൈഡിലാണ് ആദ്യം കോരി ഒഴിക്കേണ്ടത്, കാരണം നടുവിലത് നല്ലോണം ചൂടായിട്ടുണ്ടാവും. അപ്പോൾ നടുവിൽ അവസാനം ഒഴിച്ചു കൊടുത്താൽ മതി. ചുറ്റും നല്ലോണം നിറയെ ഒഴിക്കണ്ടേ, ഒരു 1/4 ഭാഗം ചെറിയ സ്പൂൺ കൊണ്ട് ഒഴിച്ചാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുക. വലിയ കരണ്ടി കൊണ്ട് എടുക്കണ്ട. അത് കണ്ടോ, ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാടങ്ങ് മൂക്കം വെക്കണ്ട. നല്ല പദത്തിൽ കിട്ടണമെങ്കിൽ ഇതുപോലെ ഒരു വിധം ഗോൾഡൻ ബ്രൗൺ ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. കണ്ടില്ലേ, നല്ല അടിപൊളി മണം. എന്താ മണം എന്നറിയോ. ഇതൊന്ന് തിരിച്ചിട്ടിട്ട് 1-2 മിനിറ്റ്, അപ്പോഴത്തേക്ക് ഇങ്ങേ ഭാഗവും വെന്തോളും. ആദ്യമേ മൊത്തത്തിൽ വേകുന്നുണ്ടല്ലോ. അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് കോരി മാറ്റാം. കണ്ടില്ലേ, നല്ലോണം റെഡി ആയിട്ടുണ്ട്. എല്ലാം എടുത്ത് മാറ്റി ഇതേപോലെ ബാക്കിയുള്ളത് ചുട്ടെടുക്കാം. കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കണിവെക്കാൻ എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം അല്ലേ. കണ്ടോ, നല്ല അടിപൊളി അപ്പം. മോനെ എങ്ങനെയുണ്ടടാ, നന്നാ? എൻ്റെ മോന് ഇത് ചുട്ടാകുന്നവരെ അവന് സമാധാനം ഇല്ലേനു. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച വേറൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും വിഷുദിന ആശംസകൾ.